ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LICയുടെ പ്രോഫിറ്റും കൂടി നമ്മൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് LICയുടെ ബോണസിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് LIC ജീവൻ ലാബ്, ടേബിൾ നമ്പർ 736. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് ഷോർട്ട് ടൈമിലേക്ക് അടച്ചാൽ മതി. പക്ഷെ നമ്മൾക്ക് ഇൻഷുറൻസ് കവറേജ് ലോങ് ടൈമിലേക്കാണ് കിട്ടുന്നത്. നമ്മളുടെ പ്രീമിയം പേയ്മെൻറ്റ് ടേം കഴിഞ്ഞാലും നമ്മൾക്ക് ഇൻഷുറൻസ് കവറേജ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് വരെ. ഓക്കെ, ഇതിൽ പ്രീമിയം അടയ്ക്കുന്നത് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഏത് മോഡിൽ വേണമെങ്കിലും അടയ്ക്കാം. ഇതിൽ പോളിസി ടൈം വരുന്നത് 16 വർഷം, 21 വർഷം, 25 വർഷം. പ്രീമിയം പേയിങ് ടൈം വരുന്നത് 16 വർഷത്തെ ടേമിനാണെങ്കിൽ പ്രീമിയം പേയിങ് ടൈം 10 വർഷമുള്ളൂ. 21 വർഷത്തെ ടേമിനാണെങ്കിൽ പ്രീമിയം പേയിങ് ടൈം 15 വർഷം. 25 വർഷത്തെ ടേമിനാണെങ്കിൽ പ്രീമിയം പേയിങ് ടൈം 16 വർഷം. അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത്രയും നാൾ നമ്മൾ പ്രീമിയം അടച്ചാൽ മതി. പക്ഷെ ആ പോളിസി ടൈം വരെയും നമ്മൾക്ക് ഇൻഷുറൻസ് കവറേജും കിട്ടും, പോളിസി ടൈം വരെ നമ്മൾക്ക് ബോണസും കിട്ടും. നമ്മൾക്ക് റിട്ടേൺ കിട്ടുന്നതും ആ പോളിസി ടൈം കഴിയുമ്പോഴാണ്. 8 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ മാക്സിമം മെച്യൂരിറ്റി ഏജ് വരുന്നത് 75 വയസ്സാണ്. അതുപോലെ ഇതിൽ മിനിമം സം അഷ്യൂർഡ് വരുന്നത് 2 lakhs ആണ്. മാക്സിമം നമുക്ക് ലിമിറ്റ് ഇല്ല. നമ്മളുടെ ഏജും ഹെൽത്ത് കണ്ടീഷനും ഇൻകം നോക്കിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ പോളിസിയുടെ നമുക്ക് മെച്യൂരിറ്റിക്ക് കിട്ടുന്നത് സം അഷ്യൂർഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ്, അതാണ് മെച്യൂരിറ്റിക്ക് കിട്ടുന്നത്. ഇനി ഒരു ഡെത്ത് സംഭവിച്ചാൽ നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മുടെ സം അഷ്യൂർഡ് പ്ലസ് അതുവരെയുള്ള ബോണസ്, ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത്. അതുപോലെ ഈ പോളിസിയിൽ നമ്മളൊരു 1 year ഫുള്ളായിട്ട് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ലോൺ എടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്ക് വേണമെങ്കിൽ പോളിസി സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്യുമ്പോഴെപ്പോഴും നഷ്ടമാണ്, എന്നാലും എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്ക് വേണമെങ്കിൽ സറണ്ടർ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ഒരു 30 വയസ്സുള്ള ആൾ, സം അഷ്യൂർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് 56 ലക്ഷം. ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ 16 വർഷം ടേമും 10 വർഷം പ്രീമിയം പേയിങ് ടേമും ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 56 ലക്ഷം ബേസിക് സം അഷ്യൂർഡ് പ്ലസ് 56 ലക്ഷം ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി റൈഡറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി റൈഡർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പോളിസിയിൽ നമുക്ക് നാച്ചുറൽ ഒരു ഡെത്ത് സംഭവിച്ചാൽ 56 ലക്ഷമാണ് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത് എങ്കിൽ, ആക്സിഡൻറ്റ് മൂലമാണ് ഒരു ഡെത്ത് സംഭവിക്കുന്നത് എങ്കിൽ പ്ലസ് ഒരു 56 ലക്ഷം കൂടി ആയിരിക്കും നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത്. അതുപോലെ ആക്സിഡൻറ്റ് മൂലം ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിച്ചാൽ തുടർന്ന് പ്രീമിയം അടയ്ക്കുന്നത് LIC ആയിരിക്കും. നമുക്ക് മന്ത്ലി ഒരു 46,666 രൂപ വെച്ച് 10 വർഷത്തേക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി റൈഡർ ആഡ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്. ആ റൈഡറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 56 ലക്ഷം നോർമൽ കവർ പ്ലസ് 56 ലക്ഷം ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി കവറിന് കൂടി നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം 10 വർഷത്തേക്ക് അടച്ചാൽ മതി. ഇയർലി അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കുന്ന പ്രീമിയം 4,85,727 രൂപ. ഇനി 6 മാസം കൂടുമ്പോഴാണെങ്കിൽ 2,45,402 രൂപ. ഇനി ക്വാർട്ടർലി ആണെങ്കിൽ 1,23,970 രൂപ. ഇനി മന്ത്ലി ആണ് അടയ്ക്കുന്നതെങ്കിൽ 41,323 രൂപ. അപ്പോൾ 10 വർഷം കൊണ്ട്, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രീമിയം പേയിങ് ടൈം 10 വർഷമാണ്. 10 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കുന്ന ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് 48,57,270 രൂപയാണ് നമ്മൾ 10 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ 56 ലക്ഷത്തിൻ്റെ നാച്ചുറൽ കവർ സ്റ്റാർട്ട് ചെയ്തു, 56 ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ കവറും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്കൊന്നും സംഭവിച്ചില്ല, നമ്മൾ 10 വർഷവും പ്രീമിയം അടച്ചു. നമ്മൾ 16ാമത്തെ വർഷം നമ്മൾ മെച്യൂരിറ്റി ആണ് വാങ്ങിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ സം അഷ്യൂർഡ് 56 ലക്ഷം സം അഷ്യൂർഡ് പ്ലസ് 16 വർഷത്തെ ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ്, അതാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട്.
അപ്പോൾ നമ്മളുടെ ബോണസ് ഞാനിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്ത ബോണസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ബോണസ് പോർഷനിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മളുടെ ഈ ജീവൻ ലാബിൻ്റെ ബോണസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടിയ റേറ്റിലുള്ള ഇനിയും അത് കൂടി പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന റിട്ടേണിലും കൂടുതലായിരിക്കും നിങ്ങൾക്ക് മെച്യൂരിറ്റിക്ക് കിട്ടുന്നത്. ഇനി ആ ബോണസ് റേറ്റ് കുറയുവാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന റിട്ടേണിലും കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ ഗ്യാരണ്ടി ആയിട്ടുള്ളത് സം അഷ്യൂർഡ് ഗ്യാരണ്ടിയാണ്. പ്ലസ് വരുന്ന ഈ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും LICയുടെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പം ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്ത ബോണസാണ് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ട് 56 ലക്ഷം സം അഷ്യൂർഡ് പ്ലസ് 16 വർഷത്തെ ബോണസ് 37,63,200 രൂപ പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് 1,40,40,000. അങ്ങനെ ടോട്ടൽ വരുന്ന എമൗണ്ട് 95,03,200 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട്. പക്ഷേ ഈ 95,03,200 എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ല. കാരണം ഇതിൽ ഞാൻ പറഞ്ഞു LICയുടെ ബോണസ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബോണസ് ഓരോ വർഷവുമാണ് LIC ഡിക്ലെയർ ചെയ്യുന്നത്. ഓരോ വർഷവും ഡിക്ലെയർ ചെയ്യുന്ന ബോണസ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്ത സെയിം ബോണസ് ആണ് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിലാണ് ഈ റിട്ടേൺ വരുന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ ഇതിനേലും കൂടുതലും കിട്ടും, കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേലും കുറയാനും ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് 16ാമത്തെ വർഷം ഒരുമിച്ച് വേണ്ട, നിങ്ങൾക്കൊരു പെൻഷൻ പോലെ ഇത് വാങ്ങിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ വഴി അങ്ങനെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നുകിൽ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇയർലി മോഡിലോ ഹാഫ് ഇയർലി മോഡിലോ ക്വാർട്ടർലി മോഡിലോ മന്ത്ലി മോഡിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പം ഇത് ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഈ 95 ലക്ഷം അല്ല വാങ്ങിക്കുന്നത്. നിങ്ങളൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ഒരു 15 വർഷത്തേക്കായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തിൽ കിട്ടുന്ന, അതായത് 10 വർഷം നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നു, അടുത്ത ഒരു 15 വർഷത്തേക്ക് നിങ്ങൾക്ക് പെൻഷൻ പോലെ കിട്ടുന്നു. അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 8,63,873 രൂപയാണ് വർഷത്തിൽ കിട്ടുന്നത്. കാരണം അതിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് പോർഷനും കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ ഇതും ഗ്യാരണ്ടീഡ് അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന എമൗണ്ടും കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 30 വയസ്സ് വരെയുള്ള ആൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ 39 വയസ്സ് വരെയാണ് പ്രീമിയം പേയ്മെൻറ്റ് വരുന്നത്. അതായത് 10 വർഷം ഇയർലി മോഡാണെങ്കിൽ 10 വർഷം പ്രീമിയം അടയ്ക്കുന്നു. അവർക്ക് റിട്ടേൺ കിട്ടുന്നത് 46ാമത്തെ വയസ്സിലായിരിക്കും റിട്ടേൺ കിട്ടുന്നത്. 46ാമത്തെ വയസ്സിൽ ഈ റിട്ടേൺ കിട്ടുന്നതോടുകൂടി ആ പോളിസിയുടെ എല്ലാ ബെനിഫിറ്റും ഇൻഷുറൻസ് കവറേജും എല്ലാം കഴിയുവാണ്. കാരണം നമ്മൾ പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞു ബോണസും ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ 30 വയസ്സിൽ തുടങ്ങുമ്പോൾ നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് 56 ലക്ഷത്തിൽ തുടങ്ങിയത് നമ്മളൊരു 45 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 95,03,200 രൂപയാണ്. അതൊരു ആക്സിഡൻ്റൽ കവറേജ് വരുന്നത് 1,51,03,200 രൂപയാണ്. പക്ഷെ 46ാമത്തെ വയസ്സിൽ നമുക്ക് ആ റിട്ടേൺ കിട്ടുന്നതോടുകൂടി ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും കഴിയുവാണ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞത് 16 വർഷം ടേമും 10 വർഷം പ്രീമിയം പേയിങ് ടേമും ആണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് 21 വർഷം ടേമും ഒരു 15 വർഷം പ്രീമിയം പേയിങ് ടേമും എടുക്കുകയാണെങ്കിൽ ഏജ് 30 വയസ്സ് തന്നെ. ഇവിടെ ഞാൻ സം അഷ്യൂർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് 84 lakhs ആണ്. കാരണം നമ്മളുടെ ടേം കൂടുമ്പോൾ നമ്മളുടെ പ്രീമിയം കുറയും. അപ്പോൾ ഏകദേശം ഒരേ പ്രീമിയം തന്നെ 3ലും വരുമ്പോഴും റിട്ടേൺ എത്രയാണെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സം അഷ്യൂർഡ് 84 lakhs എടുത്തിരിക്കുന്നു. ടേം 21 വർഷം, പ്രീമിയം അടയ്ക്കുന്നത് 15 വർഷമാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഇയർലി പ്രീമിയം 4,72,550 രൂപ. ഹാഫ് ഇയർലി ആണെങ്കിൽ 2,38,783 രൂപ. ക്വാർട്ടർലി ആണെങ്കിൽ 1,20,645 രൂപ. മന്ത്ലി ആണെങ്കിൽ 40,215 രൂപ. അതായത്
5 ലക്ഷത്തിൽ താഴെ പ്രീമിയം നിൽക്കാവുന്ന രീതിയിലാണ് ഞാൻ സം അഷ്വേർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ, അതായത് 15 വർഷം നമ്മൾ അടയ്ക്കുന്നു, നമ്മൾ ആകെ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 70,88,250 രൂപയാണ് നമ്മൾ ടോട്ടൽ പ്രീമിയം അടയ്ക്കുന്നത്. 15 വർഷം നമ്മൾ അടച്ചു, 21ാമത്തെ വർഷം നമ്മൾ മെച്യൂരിറ്റി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് സം അഷ്വേർഡ് 84 ലക്ഷം പ്ലസ് 21 വർഷത്തെ ബോണസ്, അതായത് 81,14,400 രൂപ ബോണസ്. അതായത് 1000 സം അഷ്വേർഡിന് 46 രൂപയാണ് ബോണസ് ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് 21 വർഷത്തേക്ക്. അങ്ങനെയാണ് ഈ 81,14,400 രൂപ വന്നിരിക്കുന്നത്. അതുപോലെ ഫൈനൽ അഡീഷണൽ ബോണസ് 8,40,000. അങ്ങനെ ടോട്ടൽ 21ാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ട് 1,73,54,400 രൂപ. നമ്മൾ ടോട്ടൽ അടച്ച പ്രീമിയം ഞാൻ പറഞ്ഞു 70,88,250 രൂപ. ഇനി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിപ്പോൾ ഒരുമിച്ച് വേണ്ട, നമ്മൾക്കൊരു 15 വർഷത്തേക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷനായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് വർഷത്തിൽ കിട്ടുന്ന ഏകദേശം എമൗണ്ട് 15,77,574 രൂപ. ഈ കേസിൽ ഞാൻ പറഞ്ഞു നമ്മൾ 15 വർഷമാണ് പ്രീമിയം അടയ്ക്കുന്നത്. അപ്പോൾ 30 വയസ്സുള്ള ആൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ പ്രീമിയം അടയ്ക്കുന്നത് അവരുടെ 44ാമത്തെ വയസ്സ് വരെ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു. അവർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് 50 വയസ്സ് വരെയാണ്. 51ാമത്തെ വയസ്സിൽ അവർക്ക് മെച്യൂരിറ്റി കിട്ടുന്നതോടുകൂടി എല്ലാ ബെനിഫിറ്റും കഴിയുവാണ്. ഞാൻ ഈ പറഞ്ഞ സെയിം പ്ലാൻ തന്നെ നമ്മൾ മാക്സിമം ടേം ഇട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 25 വർഷം ടേം, 16 വർഷം പ്രീമിയം പേയിങ് ടൈം എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന സം അഷ്വേർഡ് 1 crore ആണ്. 1 crore ബേസിക് സം അഷ്വേർഡ്, 1 crore ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി റൈഡർ. അപ്പോൾ നമ്മൾ ഈ 1 crore നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം, അതായത് 16 വർഷത്തേക്കാണ് പ്രീമിയം പേയ്മെൻറ്റ് വരുന്നത്. ഇയർലി പ്രീമിയം വരുന്നത് 4,79,270 രൂപ. ഹാഫ് ഇയർലി ആണെങ്കിൽ 2,42,192 രൂപ. ക്വാർട്ടർലി ആണെങ്കിൽ 1,22,375 രൂപ. മന്ത്ലി ആണെങ്കിൽ 40,791 രൂപ. അതായത് 3 ടേമിലും ഞാൻ എടുത്തിരിക്കുന്നത് ഏജ് 30 തന്നെയാണ്. പ്രീമിയം എല്ലാം 5 ലക്ഷത്തിൽ താഴെയാണ് ഇയർലി പ്രീമിയം നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 16 വർഷമാണ് പ്രീമിയം അടയ്ക്കുന്നത്. 16 വർഷം കൊണ്ട് നമ്മൾ 1 crore ആക്സിഡൻ്റൽ ബെനിഫിറ്റും 1 crore നാച്ചുറൽ ഡെത്തും രണ്ടിനും കൂടി നമ്മൾ 16 വർഷം കൊണ്ട് അടയ്ക്കുന്ന പ്രീമിയം 76,68,320 രൂപയാണ് നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന പ്രീമിയം. നമ്മൾ 16 വർഷം പ്രീമിയം അടച്ചു, 25ാമത്തെ വർഷം നമ്മൾ മെച്യൂരിറ്റി ആണ് വാങ്ങിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് സം അഷ്വേർഡ് 1 crore പ്ലസ് 25 വർഷത്തെ ബോണസ് 1,22,50,000 രൂപ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്ത സെയിം ബോണസാണ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ. അതുപോലെ ഫൈനൽ അഡീഷണൽ ബോണസ് 45 ലക്ഷം. അങ്ങനെ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് 2,67,50,000 രൂപയാണ് ഏകദേശം നമ്മൾക്ക് മെച്യൂരിറ്റിക്ക് കിട്ടുന്ന എമൗണ്ട്. ഈ ടോട്ടൽ എമൗണ്ടും ടാക്സ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. 3 ടേമിലാണെങ്കിലും കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. 1 രൂപ പോലും നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ട. കാരണം 5 ലക്ഷത്തിൽ താഴെയാണ് പ്രീമിയം വരുന്നുള്ളൂ. 10 ടൈംസ് ഇൻഷുറൻസ് കവറേജും വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് 1010D അനുസരിച്ച് ഈ റിട്ടേൺസ് ടാക്സ് ഫ്രീ ആണ്. ഇനി ഇതും നിങ്ങൾ ഒരുമിച്ചൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് വേണ്ട, നിങ്ങൾക്കൊരു പെൻഷൻ പോലെ വേണമെങ്കിൽ 15 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന എമൗണ്ട് 24,31,666 രൂപ. അതായത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ മന്ത്ലി വരുന്ന രീതിയിൽ നിങ്ങൾക്കിവിടെ 15 വർഷത്തേക്ക് ഇൻകം കിട്ടുവാണ്. അപ്പോൾ ഈ പ്ലാനിൽ ഇപ്പോൾ 30 വയസ്സുള്ള ആൾ 16 വർഷത്തേക്ക് പ്രീമിയം പേയിങ് ടൈം എടുക്കുമ്പോൾ അവർ 45 വയസ്സ് വരെയാണ് പ്രീമിയം അടയ്ക്കുന്നത്. അതായത് 16 വർഷം. അവർക്ക് എമൗണ്ട് തിരിച്ച് കിട്ടുന്നത് 55ാമത്തെ വയസ്സിൽ. അപ്പോൾ 54 വയസ്സ് വരെ, അതായത് ആ മെച്യൂരിറ്റി എമൗണ്ട് കയ്യിൽ കിട്ടുന്നത് വരെ അവർക്ക് ഇൻഷുറൻസ് കവറേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം, സം അഷ്വേർഡിനേക്കാളും വളരെ കുറഞ്ഞ എമൗണ്ടാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. നമുക്ക് ഒരു ബൾക്ക് വലിയൊരു എമൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കതല്ല ഒരു പെൻഷൻ പോലെ ഒരു 15 വർഷത്തേക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം.
ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് ഫീസൊക്കെ കൊടുക്കാനായിട്ട് ഒരു 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ LICയുടെ ബോണസാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ സെയിം എമൗണ്ട് ആവണമെന്നില്ല. ബോണസിൻ്റെ കൂടുന്നതിൻ്റെ അനുസരിച്ച് കൂടാം, കുറയുവാണെങ്കിൽ കുറയാം. സം അഷ്വേർഡ് ഗ്യാരണ്ടിയാണ്, പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റുകളും നോക്കുമ്പോൾ ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ₹1 പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരില്ല. പക്ഷേ ബോണസിൽ വരുന്ന പ്രൊഡക്റ്റുകളിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസിനേലും കുറച്ചും കൂടി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ കുറയാനുമുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി നിങ്ങൾക്ക് അടുത്തത് ഏത് വീഡിയോനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് എന്നുമുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനിയും ഇതുപോലെ ഇൻഷുറൻസിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ